ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ നമുക്ക് അവസരം ഒരുക്കിയല്ലോ. ഈ കടവിനെ ദൈവം ശുദ്ധമാക്കേണ്ടതിന്, ഈ വെള്ളത്തെ ശുദ്ധീകരിക്കേണ്ടതിന് ഉള്ള ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവിന്റെ ദിവ്യമാകുന്ന സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കേണ്ടതിന് സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങളെയും സ്നാനപ്പെടുത്തുന്ന അടിയനെയും ദൈവം ബലപ്പെടുത്തുവാൻ, ഈ ശുശ്രൂഷയെ സ്വർഗം തുറക്കപ്പെടുവാൻ ആത്മാദിവാസം അനുഭവിച്ചറിയുന്ന ഒരു പകലായി തീരേണ്ടതിനായി പ്രാപിച്ച ദൈവം അല്പസമയം സ്തോത്രം ചെയ്താണ്. സ്തോത്രം 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 സ്തോത്രം. എല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോൾ ഈ സ്നാന ശുശ്രൂഷ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന സമയത്തിനായി നന്ദിയോടെ പ്രത്യേകിച്ചു എന്ന് ഞാൻ എടുക്കുവാൻ പോകുന്ന നിങ്ങളോടുകൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെടുത്ത തീരുമാനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ വിശ്വസിച്ചതനുസരിച്ച് കർത്താവ് തീരുമാനങ്ങൾ സ്നാനം എടുക്കുവാൻ പോകുന്ന കർത്താവെ, എൻ്റെ മക്കളോട് കൂടെ ഇരിക്കുന്നവരെ അവൻ പുതിയ സൃഷ്ടിയാണ്. ആ പുതുക്കപ്പെട്ട അനുഭവത്തിൽ ജനങ്ങൾ ജീവിപ്പാൻ തുറന്നുള്ള അതിനായി അവനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹാലലിയ പുതുക്കപ്പെട്ട ജീവിതം അവരോരോരുത്തരുണ്ടായെന്ന ഓരോരുത്തരും ശോധനയിൽ ജീവിപ്പാൻ നിമിഷം തോറും അവരെ തുടർന്നുള്ള ജീവിതത്തിൽ അവരെ ഇടയാക്കിക്കൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് കർത്താവെ അവർ സഭയോട് ചേരുവാനുള്ള സ്ഥാനമാണ്. കർത്താവെ ഇതിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടോ മരിച്ച് അടക്കപ്പെട്ടോ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവത്തിൽ അതിൻ്റെ പ്രതീതിയാണ് കർത്താവെ അവരെ ഇന്ന് കർത്താവെ മൃഗസ്ഥാനത്ത് ഉദ്ദേശിക്കുന്നതെന്നാണ് പരിപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവെ, ആ പുതുക്കപ്പെട്ട ജീവിതത്തിൽ ജീവിപ്പാൻ ഇവരുടെ അർത്ഥം പ്രാർത്ഥിക്കുന്നു. നന്മകളാ നിറയ്ക്കണവേ. സഭയായി പ്രാർത്ഥിക്കുന്നു. കാര്യം കൊടുക്കുന്ന അഭിഷേകത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ആ നന്മകളാ നിറയ്ക്കണോ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേവരെയും മരിക്കും അവിടെ തുറന്നുള്ള ജീവിതത്തിൽ ആത്മീയ ജീവിതത്തെ വളർച്ച പ്രാപിപ്പാൻ ദേവയുടെയും പ്രാർത്ഥന കോട്ടയായിരിക്കുന്നു. പ്രാർത്ഥിക്കണം. ആ നിറയ്ക്കണമേ. പ്രാർത്ഥനയായി സ്തോത്രം. സകല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. സ്വർഗീയ പിതാവേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയാക്കണേ. സ്വർഗീയ പിതാവേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയാക്കണേ. ഓ മിൻഗീതം ചെയ്തോ ഞാൻ യേശുവിനെ പോലെ. മിൻഗീതം ചെയ്തോ ഞാൻ യേശുവിനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻഗീതം ചെയ്യുവാൻ. ഇന്നു ഞാൻ വരുന്നേ നിൻഗീതം ചെയ്യുവാൻ. എന്റെ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദവാൻ. നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദവാൻ. എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസനെ ആയിരിക്കാം. പുതിയ ദൈവസഭയ്ക്ക് ദൈവം നൽകിയ അനുഷ്ഠാനങ്ങൾ അതിപ്രധാനമായ അനുഷ്ഠാനങ്ങൾ ഒന്നാണ് ദൈവകൽപ്പന അനുസരിക്കുക എന്നുള്ളത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനെ കർത്താവ് ഭൂമി കടന്നു വന്നപ്പോൾ സകല ജനത്തിനും മാതൃകയാകേണ്ടത് യേശു തന്നെ അവിടെ 30-ാമത്തെ വയസ്സിൽ സൃഷ്ടിയായ യോഹന്ന സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ ഇടയായിട്ടുണ്ട്. നിന്നെ ആ സ്നാനമേൽക്കുന്നത് എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ സകല നീതി നിവൃത്തിയാകേണ്ടതിന് നിന്നെ സ്നാനമേൽക്കണമെന്ന് യേശു പറഞ്ഞ് വിധേയപ്പെടുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അത് ഒരു വംശത്തിന് മാത്രമല്ല സകല ജാതി മതസ്സും യേശു വിശ്വസിക്കുന്ന സകല ജനത്തിനും സ്നാനം ആവശ്യകതയാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. ആകയാൽ ഈ കാലത്തിന്റെ വൈകിയ സമയം നമ്മുടെ സഭയോട് ചേർന്ന്
ദൈവത്തിന്റെ കൽപ്പന അനുസരിപ്പാൻ, ആഗോള ദൈവസഭയുടെ അംഗമായി തീരുവാൻ ദൈവസഭ എടുത്ത തീരുമാനപ്രകാരം എടുത്തു വന്ന പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ ജയകരമായ ജീവിതം കഴിപ്പാൻ പ്രിയ തലമുറകളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവരെ കർത്താവ് ഭൂമിയിൽ കടന്നു വന്നപ്പോൾ അവിടുത്തെ രക്ഷണ്യ പ്രവൃത്തിയിൽ ഗുരുതന്മാർക്ക് സൗഖ്യം നൽകുമ്പോൾ തന്നെ യേശു സ്നാനത്തിന് ഒരു മുൻകുറിയാക്കി തീരുവാനിടയായി തുടങ്ങി. യേശുവിന്റെ അന്ത്യകൽപ്പന എന്ന നിലയിൽ അവിടുന്ന് വാമൊഴിയായി സകല ജനവും കാണുകയെ അവിടുന്ന് ഇപ്രകാരം വിളിച്ചു പറയുവാനിടയായി തീർന്നു. മത്തായി സുവിശേഷം അതിന്റെ 28-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വേദഭാഗങ്ങൾ ഇപ്രകാരമാണ് അന്ത്യകൽപ്പന എന്ന നിലയിൽ വിളിച്ചു പറയാൻ വേണ്ടിയായി തീർന്നത്. പ്രിയ സുഭാഷ് വാക്യം വായിക്കും. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ലോകാവസാനത്തോളവും എല്ലാ നാളും നിങ്ങളോട് കൂടിയിരിക്കും. അത് ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയിരിക്കുമെന്ന് അരുളപ്പാട് ചെയ്ത ആ കർത്താവിന്റെ ശിഷ്യരായി തീരുവാൻ ഈ കാലത്തിന്റെ വൈകിയ സമയം പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം ഒരുക്കിയതിനായി നമ്മുടെ കർത്താവ് നമുക്ക് മഹത്വം കരേറ്റാം. നിങ്ങളുടെ ദൈവമക്കളെ ഏത് അവസ്ഥയിൽ ഇരിക്കുന്ന ജനത്തിന് സ്നാനപ്പെടുവാൻ കഴിയും. അന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ ചില വാക്യം വായിക്കുമ്പോൾ യെരൂശലേമിലേക്ക് കടന്നു വന്ന ഷണ്ണൻ അവിടെ കടന്നു ചെല്ലുവാൻ കഴിയാതെ, ആരാധന കടന്നു ചെല്ലാൻ കഴിയാതെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം എടുത്ത് തേരിൽ നിന്ന് വായിപ്പാൻ ഇടയായി തീർന്നു. ആ വായിക്കുന്ന സമയത്ത് ഫിലിപ്പോസ് ചോദിച്ചു, ഇത് നിനക്ക് മനസ്സിലാകുന്നുവോ? ഒരുവൻ പൊരു തിരിച്ചു തരാതെ എങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോ ആ തേരിലിരുന്ന് ഫിലിപ്പോസ് അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വത്തെ പറ്റി യെശയ്യാപ്രവാചകന്റെ 53-ാം അധ്യായത്തെ അധികരിച്ചുകൊണ്ട് ദൈവജന സവിസ്തരം സംസാരിപ്പാടിയായി തീർന്നു. അങ്ങനെ ഒരു വെള്ളമുള്ള സ്ഥലത്ത് കടന്നു വന്നപ്പോ ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കേണ്ടത് എന്ത് വിരോധമെന്ന് ചോദിച്ചപ്പോ നിനക്ക് പൂർണ്ണ സമ്മതമെങ്കിൽ അതങ്ങനെ തന്നെ ആകാമെന്ന് പറഞ്ഞപ്പോ ഇരുവരും വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുത്തുവാൻ ഫിലിപ്പോസിനും സ്നാനപ്പെടുവാനും ഷണ്ണനും കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇരുവരും വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുക എന്നുള്ളത് ദൈവത്തിന്റെ ആലംഘനീയമായ ഉപദേശമാകുകയാണ്. ഈ പ്രിയ കുഞ്ഞുങ്ങളെ ഈ വെള്ളത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവം താഴെ അനുഗ്രഹിക്കട്ടെ. പാട്ട് ഈ സമയം പാടിയ പാട്ട് തന്നെ ചേർന്ന് പാടും. കർത്താവേ, ഈ പ്രിയ കുഞ്ഞിനായ സ്തോത്രം. ഈ കാലത്തിന്റെ വലിയ സമയം അവിടുത്തെ കൽപ്പന അനുസരിപ്പാൻ വളരെ ആഗ്രഹത്തോടെ അവിടുത്തെ സമിതിയിലേക്ക് വന്ന ഈ കലകളെ ദൈവം പ്രായം മുതൽ ഇന്ന് വരെ ദൈവം കരുതി ഈ അരിഷ്ടതകൾ കേടുപാടുകൾ ജീവിതത്തിൽ വന്നു പതിച്ചറിയുകയും ജീവനെ ഉള്ളതുപോലെ സൂക്ഷിച്ച് ജീവനാക്കി സുരക്ഷമായി നിർത്തി ഇന്ന് മുതൽ സ്നാനപ്പെടുവാനും യോഗ്യനാക്കി തീർക്കാൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ സംരക്ഷണവും സുരക്ഷിതത്വം ഇതിന്മേൽ പതിക്കപ്പെടുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു. ദൈവത്താൽ മാനിക്കപ്പെടുന്നവനും സകല ജനത്തിനും അനുഗ്രഹമായി തീരുവാൻ ഒരുമിച്ച് അനുഗ്രഹിച്ചു അനുഗ്രഹ വിഷയമായി തീരും. യേശുവിൻ നാമത്തിൽ തന്നെ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി 2000 സൃഷ്ടവർഷങ്ങൾക്ക് മുമ്പ് യേശു ഭൂമിയിൽ കടന്നു വരുവാനിടയായിട്ട് മക്കൾ ജഡരക്തങ്ങളോടുകൂടി വരാകൊണ്ട് അവനും ജഡശരീരം ഏറ്റെടുത്ത് ഭൂമിയിൽ കടന്നു വരുവാനിടയായിട്ട് 30 വയസ്സ് വരെ മാതാപിതാക്കൾ കീഴടങ്ങി മാതൃകയാകേണ്ടതുപോലെ യേശു മാതൃകയാണ്. ആമേൻ. അവൻ ഭവനത്തിൽ ചെയ്യേണ്ട കടപ്പാടുകളെല്ലാം ഭവനത്തിൽ ചെയ്ത് നിർത്തിപ്പാനിടയായി അവസാനത്തെ 3.5 വർഷം അവിടുന്ന് ഈ ഭൂമിയിലേക്ക് സുവിശേഷം പ്രഘോഷിപ്പാടിയായി
ഭക്തന്മാർ വിടുതൽ പ്രാപിച്ചു, ഗുരുതര സൗഖ്യം പ്രാപിച്ചു, നാനാവ്യാധിക്കാർ യേശുവിന് സൗഖ്യം പ്രാപിപ്പാൻ ഇടയായിട്ടു. സമൂഹത്തിൽ അന്യരായി നിന്നവരെയൊക്കെ തന്നോട് ചേർത്ത് പിടിപ്പാൻ ഇടയായിട്ടു. എന്നാൽ 3.5 വർഷത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ തിരുവെഴുത്തും പ്രകാരം അവിടുന്ന് മരിച്ച് തിരുവെഴുത്തും പ്രകാരം അടക്കപ്പെട്ട് തിരുവെഴുത്തും പ്രകാരം യേശു ഉയർത്തെഴുന്നേൽപ്പാൻ ഇടയായിട്ടു. പൊന്തിയോസ് പീലാത്തോസ് മുൻപാകെ അവൻ നല്ല സ്വീകാര്യം പ്രകടിപ്പിച്ചു. 5 കോടതി മാറി 6 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടു. ഇവനിൽ ഒരു കുറ്റമില്ല എന്ന് ഈ ലോകത്തിന്റെ നിയമപാലകരിൽ നിന്നും സാക്ഷ്യം പ്രാപിച്ച ക്രിസ്തു ഇന്ന് വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധി പക്ഷപാതം ചെയ്യും. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് ബ്രദർ ജിതിൻ കുരുമോൻ വിശ്വസിക്കുന്നു. പ്രിയ ജിതിൻ കുരുമോന്റെ വാമൊഴിയാലും ആമേ കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗീയ കാഹളത്തോടെ ഇറങ്ങി വരുമ്പോൾ മണ്ണിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാർ ജീവനോട് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആ ദൈവിക സന്ദേശപ്രകാരം നിന്നിൽ ഒരു പുനരുത്ഥാനത്തിന്റെ ജീവിതം വെളിപ്പെടേണ്ടതിനും ആമേ എന്നിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന അപ്പോസ്തലിക അധികാരത്താലും ആമേ അപ്പോസ്തലിക ഉപദേശം എന്നുള്ള ദൈവവചനത്തിൽ ഉപദേശപ്രകാരം ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കാണുന്ന ജനം കാണെ ഞാൻ നിന്നെ മുക്കിക്കൊള്ളുന്നു. വിശ്വസ്തനായിരിക്കാം ജീവനിലും ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാമത്തിൽ ജയം ജയം എപ്പോഴും യേശുനാമത്തിൽ ജയം ജയം എപ്പോഴും. കർത്താവേ, കാലത്തിന്റെ വൈകിയ സമയം ജാതികളിലും വംശങ്ങളിൽ നിന്നും വർഗത്തിൽ നിന്നും അങ്ങയ്ക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി അവിടുത്തെ സ്വന്തം ജനമായി അവിടുന്ന് വിലയ്ക്ക് വാങ്ങിയ അവിടുത്തെ ജനത്തെ ഓർത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ യൗവനക്കാരനായി സ്തോത്രം, അവനെടുത്ത ദൈവത്തിനെടുത്ത തീരുമാനത്തിനായി സ്തോത്രം. അന്ത്യം വരെ ഉറച്ചു നിൽപ്പാൻ ദൈവടിയാകണമേ. കർത്താവ് അവനോട് കൂടിയിരിക്കണമേ. സകലത്തെയും ജയിപ്പാൻ ജൈവനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഈ യൗവനക്കാരന്റെ മേൽ പതിക്കുമാറാകണമേ. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹവും ഇവന്റെ മേൽ പകരപ്പെടട്ടെ. ഇവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവനായി തീരട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പ്രിയ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരും യേശുവിൻ നാമത്തിൽ തന്നെ. മാനവരത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി 2000 സൃഷ്ടവർഷങ്ങൾക്ക് മുമ്പ് യേശു ഭൂമിയിൽ കടന്നു വരുവാനിടയായിട്ടുണ്ട്. മക്ക ജഡരക്തങ്ങളോടുകൂടി അവരാകൊണ്ട് അവനും ജഡശരീരം ഏറ്റെടുത്ത് യേശു ഭൂമിയിൽ വന്നു. 30 വർഷക്കാലം മാതാപിതാക്കൾ കീഴടങ്ങി. 33 തിരുവയസ്സിൽ അവിടുന്ന് ഈ ഭൂമിയിൽ അവിടുത്തെ ദശന്യ പ്രവൃത്തികൾ അവസാനിപ്പിക്കുവാനിടയായി തീർന്നു. അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മുടന്തന്മാർക്കും കുരുടന്മാർക്കും കുഷ്ഠരോഗികൾക്കും നാനാവ്യാധിക്കാർക്ക് സൗഖ്യം നൽകുവാനിടയായി തീർന്നു. പൊന്തിയോസ് പീലാത്തോസ് മുൻപാകെ നല്ല സ്വീകാര്യം മുറുകെ പിടിച്ചു. 5 കോടതിയിൽ മാറി 6 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടിട്ടും അവന് ഒരു കുറ്റമില്ലെന്ന് ഈ ലോകത്തിൽ യഹൂദന്മാർ സാക്ഷികളായി. എങ്കിലും തിരുവെഴുത്തും പ്രകാരം മരിച്ചു, തിരുവെഴുത്തും പ്രകാരം അടക്കപ്പെട്ടു, തിരുവെഴുത്തും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ യേശു ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. അതിവിദൂര ഭാവിയിൽ തങ്ങൾ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗീയ കാഹളത്തോടും ഇറങ്ങി വരുമ്പോ മണ്ണിൽ ഇറങ്ങുന്ന വിശുദ്ധന്മാർ അവനോടുകൂടെ രൂപാന്തരപ്പെടും. ആ രൂപാന്തര ശരീരം നിന്നിൽ വെളിപ്പെടേണ്ടതിനായിട്ടും യേശു ദൈവപുത്രനെന്നും നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. വിശ്വാസത്തിന്റെ ആധാരമാക്കി നിന്നിൽ പുനരുത്ഥാനത്തിന്റെ ശരീരം വെളിപ്പെടേണ്ടതിനും അപ്പോസ്തലന്മാർ ഉപദേശം സ്നാനം എന്നുള്ളതാകിയാൽ എന്നെ ഏൽപ്പിച്ച ആത്മീയ അധികാരത്താൽ ഈ ചുറ്റും നിൽക്കുന്ന ജനം കാണെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ജലാശയത്തിൽ വിശ്വസ്തനായിരിക്കും. ജീവിതം ദൈവം അനുഗ്രഹിക്കും. ശത്രുഗണമൊന്നാകവേ ചെങ്കാടലിൽ മുങ്ങിപ്പോ